അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കൊടുവായൂർ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കൊടുവായൂർ സുലേഖ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം അംഗങ്ങളുടെ ക്ഷേമവും സംഘടനാ ശാക്തീകരണവും ചർച്ചാ വിഷയമായി. ജില്ലാ പ്രസിഡന്റ് പി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു ജില്ലയുടെ സാരഥിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 3 ദിവസമാണ് സംഘടനാ പ്രവർത്തനം. അതിൻ്റെ തലയാഴ്ച 4 ദിവസം. ഈ ആഴ്ചയും 4 ദിവസം സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ട ആളുകളാണ് ജില്ലാ ഭാരവാഹികൾ. മേഖലയ്ക്ക് വരുമ്പോൾ കുറച്ചുകൂടെ അത് ചുരുങ്ങി വരുന്നുണ്ട്. അവർക്ക് കുറച്ചുകൂടെ ലോഡ് കുറവാണ്. നേരെ മറിച്ച് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം 365 ദിവസവും പണി തന്നെയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ആർക്ക് വേണ്ടി അവർ പണിയെടുക്കുന്നത്? ആർക്ക് വേണ്ടിയാ? അവർക്ക് വേണ്ടിയാണോ? ഇപ്പം തന്നെ ഇവിടെ വന്നപ്പോൾ ഒരു കമൻറ്റ് പറയുന്നത് കേട്ടു, നിനക്ക് പറ്റില്ലെങ്കിൽ മാറി നിൽക്കുക എന്ന് പറയുന്നുണ്ട് എന്നുള്ളത്. ഇതിന് വേഷം കെട്ടാനുള്ള കുറച്ച് ആളുകൾ ഉണ്ടാവുകൊണ്ടാണ് ഞാനും നിങ്ങളും നിന്നത് സംരക്ഷിത വലയത്തിൽ കൃത്യമായി നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കുന്നത്. അതാർക്കെങ്കിലും ബോധമുണ്ടോ? സംഘടനയുടെ കെയർ അനുഭവിച്ച എത്ര ആളുകളുണ്ട് ഇതിനകത്ത്? സംഘടനയുടെ കെയർ കിട്ടിയിട്ടുള്ള ഒരമ്മ എങ്ങനെയാണോ ഒരു കുട്ടിയെ കെയർ ചെയ്യുന്നത് പോലെ കെയർ കിട്ടിയ എത്ര ആളുകളുണ്ട് ഇതിൽ? ഞാൻ പേരൊന്നും ചോദിക്കുന്നില്ല. എനിക്കറിയാം കൃത്യമായിട്ട്. ഞാൻ ഈ പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വന്നതിന് ശേഷം എത്ര ആളുകളെ കൊടുവായൂർ യൂണിറ്റിലേക്ക് കെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. യൂണിറ്റ് പ്രസിഡന്റ് എ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. കൊടുവായൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി മുരുകദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ആദരിക്കുകയും ഉപഹാരങ്ങൾ നൽകി അനുമോദിക്കുകയും ചെയ്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രകാശൻ ലൈഫ് ലൈൻ ആൻഡ് മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് മോഹനൻ സംഘടനയുടെ പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും വിശദീകരിച്ചു. മേഖലാ സെക്രട്ടറി അറുമുഖൻ സംഘടനയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിലും മേഖലാ ട്രഷറർ ശബരി സാമ്പത്തിക അച്ചടക്കം എന്ന വിഷയത്തിലും ക്ലാസുകൾ അവതരിപ്പിച്ചു. സംഘടനാ പ്രവർത്തനങ്ങളിൽ അംഗങ്ങളുടെ പങ്കാളിത്തവും സാമ്പത്തിക കൃത്യതയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഇരുവരും ചൂണ്ടിക്കാട്ടി. യൂണിറ്റ് സെക്രട്ടറി S സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.